നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നരകയാതനകൾക്കൊടുവിൽ അൻഷാദ് നാട്ടിലേക്ക് തിരിച്ചു. പ്രവാസികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് പ്രവാസി മലയാളിയും നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. വാർത്തയിലേക്ക് സൗദി മരുഭൂമിയിലെ ആടുജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട അൻഷാദ് ഇന്ന് വൈകിട്ട് നാട്ടിലെത്തും. വ്യാഴാഴ്ച രാവിലെ 9:45 എയർ അറേബ്യ വിമാനത്തിലാണ് അൻഷാദ് പുറപ്പെട്ടത്. നെടുമ്പാശ്ശേരിയിൽ എത്തുമ്പോൾ ചേർത്തുപിടിക്കാൻ ഉപ്പ ജലാലുദ്ദീനും ഉമ്മ ലൈലയും ഭാര്യ റാഷിദയും ഏക മകൻ ഉമറുൽ ഫറൂഖും എയർപോർട്ടിലെത്തും. അൻഷാദ് സൗദിയിലേക്ക് വിമാനം കയറുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട മകനെ ആദ്യമായി കാണാനുള്ള തിടുക്കത്തിൽ കൂടിയാണ് അൻഷാദ്. സ്വന്തം നാട്ടുകാരനായ വിസ ഏജന്റിന്റെ ചതിയിൽപ്പെട്ടുകൊണ്ട് സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ ആടുജീവിതത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു വ്യക്തി, അതാണ് അൻഷാദ്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 13-ാം വാർഡിൽ കക്കയം സ്വദേശിയായ ഈ 27-കാരനെ 10 ദിവസം മുൻപാണ് സൗദി പോലീസും സാമൂഹിക പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും ചേർന്ന് റിയാദിൽ നിന്ന് 700 കിലോമീറ്റർ അകലെ ഫഹർ അൽബൈത്തിന് സമീപം സമൂദ എന്ന സ്ഥലത്തെ മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. കാലാവധി കഴിഞ്ഞ ഇക്കാമ പുതുക്കി എക്സിറ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതുവരെ റിയാദിൽ സാമൂഹ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിലായിരുന്നു ഇദ്ദേഹം. ബുധനാഴ്ച രാത്രിയാണ് റിയാദിൽ നിന്ന് പുറപ്പെട്ടത്. സ്പോൺസറുടെ അതിഥി മന്ദിരത്തിൽ കാപ്പിയുണ്ടാക്കലാണ് ജോലിയെന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തെ ഇത്തരത്തിൽ പറ്റിച്ചത്. പക്ഷേ സൗദി തൊഴിലുടമ കൊണ്ടുപോയതാകട്ടെ മരുഭൂമിയിൽ ഒട്ടകങ്ങളെയും ആടുകളെയും മേയ്ക്കുന്ന ജോലിക്കും. 25 മാസത്തോളം കൊടിയ യാതനയിൽ മരുഭൂമിയിൽ അലയേണ്ടി വന്നു ഈ പാവം പ്രവാസിക്ക്. ആട്ടിൻപറ്റത്തോടും ഒട്ടകക്കൂട്ടത്തിനോടൊപ്പം 2000-ഓളം കിലോമീറ്റർ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു. എങ്ങാനും തളർന്നിരുന്നു പോയാൽ തൊഴിലുടമ അതിക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ഒട്ടകത്തിനുള്ള വെള്ളവും മൈദ കൊണ്ടുള്ള റൊട്ടിയുമായിരുന്നു ഭക്ഷണം. തൊഴിലുടമയും മകനും ചേർന്ന് അതിക്രൂരമായി പീഡിപ്പിച്ചു. 2 വർഷത്തിനിടെ കുളിച്ചത് 2-3 തവണ മാത്രം. ശമ്പളം കിട്ടിയിട്ടേയില്ല. ഒരിക്കൽ രാത്രിയിൽ തബിൽ നിന്ന് ഇറങ്ങി ഓടിയ ഇദ്ദേഹം 90 കിലോമീറ്റർ നടന്ന് 3 ദിവസം കൊണ്ട് സമൂദ പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും 1 മാസത്തിനുള്ളിൽ നാട്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ് സ്പോൺസർ വന്ന് തിരികെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. സ്പോൺസർ പോലീസിനെയും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. നാട്ടിലയക്കാൻ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, മരുഭൂമിയിലിട്ട് വീണ്ടും പീഡിപ്പിച്ചു. ഫഹർ അൽബൈദിനിലെ ഫെറ്റേണിറ്റി ഫോറം പ്രവർത്തകൻ നൌഷാദ് കൊല്ലം, റോയൽ ട്രാവൽ സൗദി പ്രതിനിധി മുജീബ് ഉപ്പട എന്നിവർ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് പോലീസിനെ സമീപിച്ചുകൊണ്ട് അൻഷാദിന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കിയത്. സ്പോൺസറെ സമൂദ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയും യുവാവിനെ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്തു. 25 മാസത്തെ ശമ്പളമായി 24,700 റിയാൽ ഗത്യന്തരമില്ലാതെ ഒടുവിൽ സ്പോൺസറും മകനും കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. എന്നിട്ടും എക്സിറ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിൽ സ്പോൺസർ അമാന്തം വരുത്തി. എംബസി വെൽഫെയർ വിംഗ് ഉദ്യോഗസ്ഥൻ ഷറഫുദ്ദീന്റെ ഇടപെടലിലൂടെയാണ് ഒടുവിൽ എക്സിറ്റ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇങ്ങനൊരു യാത്രയ്ക്ക് അൻഷാദിന് സൗകര്യമൊരുക്കിയത്. എന്തായാലും അൻഷാദിനി നാട്ടിലണയുകയാണ്. അൻഷാദിന് ഏറെ സന്തോഷകരമായ നിമിഷങ്ങളാകട്ടെ ഇനി അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു തരത്തിലും ഒരു പ്രവാസിക്കും ഇങ്ങനെയുള്ള ഒരു ദുരനുഭവം ഉണ്ടാവരുതെന്നും പ്രാർത്ഥിക്കുന്നു. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.